സഹോദരൻ്റെ വേർപാട് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അവസാനിപ്പിക്കും. അച്ഛന്മാരുടെ സമൂഹമേ, മലങ്കര വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് പല സ്ഥലത്തായിട്ട് പല പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. 3 ദിവസം മുമ്പേ ഞാൻ കേരളത്തിൽ വന്ന് കേരളത്തിലെ ജോലികളൊക്കെ തീർത്തിട്ട് ഡൽഹിക്ക് പോയി. ഡൽഹിക്ക് പോയ ഉടനെ കിട്ടിയ വാർത്ത ഇതാണ്. ഞാൻ ഉടനെ തന്നെ തിരിച്ച് ഇന്നലെ രാത്രിയിൽ വീട്ടിലേക്ക് വന്നു. ഞാൻ അവറാച്ചാനെ പറ്റി ചിന്തിക്കുമ്പോൾ അനേക കാര്യങ്ങൾ എൻ്റെ മനോമുകുരത്തിൽ വന്നു ചേരുന്നുണ്ട്. അതിൽ ചിലതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ റെക്കോർഡുകളും ഏകദേശം ബ്രേക്ക് ചെയ്ത ഒരു അൽമായ നേതാവായിരുന്നു അവറാച്ചാൻ. അത് അദ്ദേഹത്തിൻ്റെ സേവനത്തിൻ്റെ ദൈർഘ്യത്തിലാകട്ടെ, ഏത് കാര്യമാകട്ടെ, അവറാച്ചാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച വർക്കുകൾ അങ്ങേയറ്റം കൃത്യമായിട്ട് ചെയ്ത് സഭയുടെ കൊമ്പ് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. 5 തിരുമേനി ബാബാതിരുമേനിമാരുടെ കൂടെ പ്രവർത്തിക്കാനും ഇത്രയും നാള് ഈ സഭയിൽ ട്രസ്റ്റി ആയിട്ടും സെക്രട്ടറി ആയിട്ടും, അല്ലെ പറഞ്ഞ മാനേജിംഗ് കമ്മിറ്റി ആയിട്ടും സെക്രട്ടറി ആയിട്ടും ട്രസ്റ്റി ആയിട്ടും പ്രവർത്തിക്കാനുള്ള ഭാഗ്യം അവറാച്ചാന് കിട്ടി. ബാബാ തിരുമേനി ഇപ്പം പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു റെക്കോർഡ് ആർക്കെങ്കിലും ഇനി ഉണ്ടാക്കി ഈ റെക്കോർഡിനെ ബ്രേക്ക് ചെയ്യാൻ ഒക്കുമോ എന്ന സംശയമാണ്. അവറാച്ചാൻ എല്ലാ ആളുകളുമായിട്ടും സ്നേഹബന്ധം പുലർത്തിയത് കാരണം മറ്റുള്ള സഭക്കാരും മറ്റുള്ള ആളുകളും മറ്റുള്ള വ്യക്തികളും സഭയിൽ തന്നെയുള്ള ആളുകളെയൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ ഒത്തു എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അവറാച്ചായന് എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യം, ജോയി, ദേവലോകം ഒറ്റ രാത്രി കൊണ്ടാണ് വാങ്ങിച്ചത്. KC മാമൻ മാപ്പിള എൻ്റെ അമ്മാച്ചനായിരുന്നു. അവിടെ കുറച്ചുപേരെ വിളിച്ചു കൂട്ടിയിട്ട് നമ്മുടെ ബാബാ തിരുമേനി കേസ് കൊടുത്താൽ എവിടോട്ട് പോകുമെന്നുള്ള ആ ഒരു ആശങ്ക നിമിത്തം നമുക്കൊരു സ്ഥലം വേണമല്ലോ എന്ന് പറഞ്ഞ് ദേവലോകം നമ്മളിട്ട പേരല്ല, ആ പ്ലോട്ടിന്റെ പേര് തന്നെയാണ് വാങ്ങിച്ചു. അപ്പോൾ അമ്മാച്ചൻ പറഞ്ഞു, അവറാച്ച നീയും ഈ പൈസ. അവറാച്ചൻ പറയും, ഏറ്റവും പ്രായം കുറഞ്ഞ ആളായ ഞാൻ അതിനകത്ത് എൻ്റെ പേരിൽ പോലും വാങ്ങിക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതുപോലെ അനേക സംഭവങ്ങളുണ്ട്, അതൊന്നും ഞാനിപ്പം പറയുന്നില്ല. അപ്പം അവറാച്ചായന് കൊച്ചു പ്രായത്തിൽ തന്നെ അനേക കാര്യങ്ങൾ ചെയ്യാൻ ഒത്തു എന്നുള്ളത് വലിയൊരു സംഗതി. തിരുമേനി, അഭിനന്ദരായ പിതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, മുഖാത്തരായ കുടുംബാംഗങ്ങളെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ ഒരിക്കലും പ്രസക്തിയില്ല. കോട്ടയം പൗരാവലിയെ സംബന്ധിച്ചിടത്തോളവും മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ കണ്ണിൽ നിന്ന് വേർപെട്ടു പോകുന്നു എന്ന് സമ്മതിക്കുവാൻ നമുക്ക് പലപ്പോഴും വൈമനസ്യമുള്ള ഒരു വ്യക്തിത്വം നമ്മോട് വിട പറയുന്നു. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങളുടെ സമ്പത്ത് ഏറെയാണ്. ശ്രീ PC എബ്രഹാം, അദ്ദേഹം മലങ്കര സഭയുടെ ഒരു വിജ്ഞാനകോശമാണ്. കാരണം സഭയുടെ ചരിത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. 60 വർഷക്കാലം, അത് ഒരു 6 പതിറ്റാണ്ട് ഈ സഭയുടെ പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും എല്ലാം ഒരു പങ്കുകാരനായി അദ്ദേഹം ജീവിച്ചു. ഈ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒട്ടേറെ നന്മകൾ ചെയ്ത് അദ്ദേഹം നമ്മോട് വിട പറയുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ മലങ്കര സഭയുടെ ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാം. സഭയുടെ പഴമ ചരിത്രങ്ങളെ കുറിച്ച് നമുക്ക് ഒരു വിവരം അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളോ മറ്റേതെങ്കിലും രേഖകളോ മറിച്ച് നോക്കേണ്ടതില്ല. നേരിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ തക്കവണ്ണമുള്ള അറിവിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം നമ്മോട് ഇവിടെ പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയത്, അദ്ദേഹം ഈ ജീവിതകാലമൊക്കെയും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട് കൂടാതെ, രോഗാവസ്ഥയിലോ മറ്റേതെങ്കിലും വിധത്തിലോ ഒരു പ്രയാസം കൂടാതെ ഈ മരണത്തിൻ്റെ അന്ത്യനിമിഷം വരെ ആരോഗ്യത്തോടെ അദ്ദേഹം ജീവിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ചില ചെറിയ രോഗാവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും
അന്ത്യം വരെയും അദ്ദേഹം തൻ്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം ദൈവം അദ്ദേഹത്തിന് കൃപ ചെയ്തു. അതും വലിയ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. മലങ്കര സഭയുടെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് പിതാക്കന്മാരുടെ പിൻബലം നൽകി പിതാക്കന്മാർക്ക് പിന്നിൽ നിന്ന് ഊർജം നൽകുന്ന ആത്മായ പ്രമുഖരാണ്. അവരുടെ നില കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ PC എബ്രഹാമിന്റെ സേവനം എന്ന് പറയുന്നത് സഭയുടെ മേന്മയ്ക്ക് വേണ്ടി അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഏത് ത്യാഗവും സ്വയം ഏറ്റ് അതൊക്കെ നടത്താൻ തക്കവണ്ണമുള്ള ഒരു അകത്തെ അമരക്കാരൻ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വിധത്തിൽ തൻ്റെ കുടുംബകാര്യങ്ങളോ ഓഫീസ് കാര്യങ്ങളോ ഒക്കെ അതിനേക്കാളൊക്കെ സഭയുടെ കാര്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കൊക്കെ ദുഃഖകരമാണ്, കുടുംബാംഗങ്ങൾക്ക് ദുഃഖകരമാണ്. അതിന് പ്രായവ്യത്യാസമില്ല മരണത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ ദൈവസന്നിധിയിൽ അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര സഭയുടെ എല്ലാ വിധത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് കൊണ്ടുവരികയും നിന്നെ എതിരേൽപ്പാനും സംഗതിയാക്കണമേ. ഇപ്പോൾ ഞാൻ വിസ്മൃതനായി ഹല്ലേലൂയ പാഴ്പാത്രം പോലായി ഞാൻ കൊടുക്കാനൊരുത്തു ഹല്ലേലൂയ നാഥാശരണം കേട്ടെ നിന്നിൽ ദൈവം ഹല്ലേലൂയ സത്തമനെ കരുണാപൂർണ വിധിയൽ കരുതേ നിന്നടിയ തിരുമുമ്പിൽ ജയമാർന്നോന വിധി ചെയ്യല്ലേ നീ അവരെ കർത്താവേ അവരെ ജീവിപ്പിക്കണം നിന്നെ ഞങ്ങളെ വാഴ്ത്തിയിടുന്നു. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല നിത്യവും സദാ നേരവും ഇടവിടാതെ കരയേറ്റുവാനൊടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കവടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും ഇപ്പോഴുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും ഞങ്ങളെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടത്തേക്ക് യോഗ്യമാകുന്നു. അതിന്റെ തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും